നീലൂസിൻ്റെ സ്കൂളിലെ ഓണപ്പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഓണം സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ചും എല്ലാം കൊടുത്തു വിടണം. അപ്പം ഞാൻ ഇന്ന് പരിപ്പ് കറിയും പപ്പടവും ചോറും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു ലഞ്ചിന് കേട്ടോ. രാവിലെ സ്നാക്സിനായിട്ട് പഴമാണ് കൊടുത്തു വിടുന്നത്, അതാണ് എനിക്ക് എളുപ്പം. അപ്പോൾ രാവിലെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള കടലയോ സോറി, അത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. പയർ ഇങ്ങനെ വറുത്തോണ്ടിരിക്കും കേട്ടോ. വറുത്തിട്ട് അതിന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, 6 മണി പോലും ആയിട്ടില്ല. 5:30ക്ക് ഞാൻ എണീറ്റു കേട്ടോ. 5 മണിക്ക് അലാറം വെച്ചിട്ട് പിന്നെ 5:30ക്ക് ഒന്നും കൂടി അലാറം വെച്ചിട്ട് എഴുന്നേറ്റു. പയറൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അത് വേവിക്കാൻ അങ്ങോട്ട് വെച്ചു. അതിനുശേഷം ഞാൻ പോയി കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും നേരമൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. പിന്നെ ഇനി വിളക്ക് കത്തിക്കാനായിട്ട് പോവാന്നേ. പത്രമൊക്കെ 6 മണി കഴിഞ്ഞപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പത്രമെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം വിളക്ക് കത്തിക്കാനായിട്ട് വിളക്കിലൊരുക്കാനായിട്ട് പോവാട്ടോ. അപ്പം എല്ലാം സെറ്റാക്കി വിളക്ക് കത്തിച്ചു. എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കാര്യം മുടങ്ങാതെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ജോലിയെല്ലാം കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് ഒന്നും വീഡിയോ എടുക്കാനോ ഒന്നും ഉള്ളൊരു മൂഡിപ്പോൾ ഇല്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഭയങ്കര വീഡിയോ എടുക്കാനേ തോന്നുന്നില്ല. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. രാവിലെ ഈ വീഡിയോ എടുക്കുന്നത് മാത്രമാണ് കേട്ടോ. അങ്ങനെ പയറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. പച്ചമുളകില്ലായിരുന്നു, തന്നെയല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇടത്തില്ല. കാരണം നീലു പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എരി ഉണ്ടെങ്കിൽ അവൻ കഴിക്കത്തില്ല കേട്ടോ. ഇന്നെന്തായാലും ഓണപ്പരിപാടിയൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് പരിപ്പും കൂട്ടി ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ എരിക്ക് വേണ്ടിയിട്ട് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഈ കറിക്കകത്തോട്ട്. ജീരകവും വെളുത്തുള്ളിയും മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ തേങ്ങയുടെ കൂടെ. എന്നിട്ട് കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും റെഡിയായി. ഇനി ഒന്ന് സെറ്റായി വന്നാൽ മാത്രം മതിയേ. പരിപ്പ് കറിയും പപ്പടവും ചോറുമാണ് ഇന്നത്തെ ലഞ്ച്. അങ്ങനെ അത് സെറ്റായി. ഇനി പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ഷോർട്ട് വീഡിയോസിനൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻസും അറിയിക്കാറുണ്ട്. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താണെന്നറിയത്തില്ല, ഇപ്പം വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് അതൊന്നും നടക്കാറില്ല കേട്ടോ. ചില സമയങ്ങളിൽ ഇങ്ങനെ മടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങ് പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ എടുത്ത് പോവുമായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് തോന്നുന്നില്ല. കാര്യം വേറെ ഒന്നുമല്ല, ചില സമയത്ത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പോവും. അപ്പോൾ എടുത്ത് വന്നിട്ട് പകുതി വെച്ചിട്ട് മുടക്കം വരും. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ അങ്ങ് മടിക്കും വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഇതാണ് നീലൂസിൻ്റെ കോസ്റ്റ്യൂം. ഇന്നത്തെ മുണ്ടും ജുബ്ബയാണ് കേട്ടോ ഇടുന്നത്. ജുബ്ബ വന്നേക്കുന്നത് ആ ഒരു മുണ്ടിൻ്റെ ജുബ്ബയുടെ തുണി തന്നെ സെയിം മുണ്ടിൻ്റെ കരയിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ടൈപ്പാണ്. രണ്ടും കൂടെ സെറ്റായിട്ടുള്ളതാട്ടോ വാങ്ങിച്ചത്. അപ്പം ഇതാണ് നീലൂസിൻ്റെ കോസ്റ്റ്യൂം. കളറ് ഇതിൽ അല്ലായിരുന്നു കേട്ടോ ആദ്യം വാങ്ങിച്ചത്. വേറൊരു ഗ്രീൻ, ബ്ലൂവും ഗ്രീനും കൂടെ ചേരുന്ന ഒരു പ്രത്യേക തരം കളറായിരുന്നു. പക്ഷെ അതായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ നീലൂസ് എറിച്ച് നിന്നേനെ. പക്ഷേ അത് നീലൂസിന് കറക്റ്റ് അളവല്ലായിരുന്നു കേട്ടോ. ജുബ്ബ പിന്നെയും ചെറുതായിട്ട് അടിക്കണമായിരുന്നു. പക്ഷെ മുണ്ടൊട്ടും പാകമാവുന്നില്ലായിരുന്നു. അവൻ്റെ മുട്ടിന് താഴെ വരെ ഉള്ളായിരുന്നേ. പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയിട്ട് മാറ്റി വാങ്ങിച്ച് എക്സ്ചേഞ്ച് ചെയ്തതാണ് കേട്ടോ ഇത് മുണ്ട് കറക്റ്റാണ്. ജുബ്ബ ഞാൻ ഒരുപാട് അടിക്കേണ്ടി വന്നു കേട്ടോ. ഇത് 6 വയസ്സിൻ്റെയാണ് വാങ്ങിച്ചത്. അവന് 6 വയസ്സിൻ്റെ മുണ്ടാണ് കറക്റ്റ് ആവുന്നത് ഇപ്പോൾ. അപ്പം സ്കൂളിലോട്ട് പോകാനൊക്കെ റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ പറയുമായിരുന്നു സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ ഭാരവാഹിയാണെന്ന്. ഈ ID കാർഡൊക്കെ ഇട്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. ഭാരവാഹികൾ പോകും പോലെ ID കാർഡൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നീലൂസ് പോവാനായിട്ട് റെഡിയായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇന്ന് ഷൂവും സോക്സും ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് അവന് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഓടിപ്പോകുന്നുണ്ട് വാനിലോട്ട്. അങ്ങനെ നീലൂസ് പോയിട്ട് അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരട്ടെ. ഞങ്ങൾ ഇനി ബാക്കി പരിപാടികളിലോട്ടൊക്കെ പോട്ടെ. ഇനി കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉച്ചക്കലത്തേന് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.